സുവിശേഷ വിഹിത സഭയെന്നറിയപ്പെടുന്ന CSI സഭയിൽ 42 വർഷക്കാലം പുരോഹിത വൃത്തി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് ജോർജ് നൈനാനാണ്. ഞാനിപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നു. വളരെ ചെറുപ്പത്തിലെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. തുടർന്ന് സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ചു. വൈദിക വിദ്യാഭ്യാസം കഴിഞ്ഞ് വൈദിക വൃത്തിയിലേക്ക് പ്രവേശിച്ചു. 1982 ഒരു കൺവെൻഷൻ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. എൻ്റെ കുടുംബത്തിൽ IPCയുടെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്ററുണ്ട്. എൻ്റെ അമ്മച്ചിയുടെ 2 സഹോദരിമാർ പെന്തക്കോസ്ത് സഭയിലാണ്. ഒരാൾ IPCയിലും ഒരാൾ CPMയിലും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. രണ്ടുപേരും അവിടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാരും 2 സഭാവിഭാഗങ്ങളിൽ ഉന്നതമായ നിലയിലാണ്. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ എന്നോട് സ്നാനപ്പെടുന്ന കാര്യത്തെക്കുറിച്ചും ആത്മാഭിഷേകത്തെയൊക്കെ കുറിച്ച് പറയും. ഇവരെന്നെ അമ്മച്ചിയുടെ അനിയത്തിമാരാണെങ്കിലും ഇവരെ കാണുമ്പോഴേ എനിക്ക് ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ചൊറിഞ്ഞു വരുവാൻ. അന്ന് ഒന്നുകിൽ ഞാൻ നേരിട്ട് വെട്ടപ്പെടാറില്ല. പക്ഷേ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ 1984 പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോഴാണ് ഈ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലായത്. അവിടെ മുതൽ അനുഗ്രഹിക്കപ്പെട്ടതായൊരു ശുശ്രൂഷ ദൈവം എനിക്ക് തന്നു. ദേശത്തും വിദേശത്തും ഒക്കെ പല സ്ഥലങ്ങളിൽ കൺവെൻഷനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ആ കാലങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി സ്നാനത്തെക്കുറിച്ചൊക്കെ എന്നോട് സംസാരിക്കുമായിരുന്നു പല ആളുകളിലൂടെ. പക്ഷെ അതൊന്നും ഒന്നും കേട്ടില്ല. പുരോഹിതനല്ലേ, ഒരാഴ്ചയിൽ ഒരു മാസത്തിൽ ഒരു 5-6 സ്നാനമെങ്കിലും നടത്താറുണ്ട്. പിള്ളേരെ മുക്കാറുണ്ട്. അവരെയൊക്കെ മുക്കിയെന്ന് എൻ്റെ വിചാരം. അതുകൊണ്ട് ഞാൻ പോയി പിന്നെ മുങ്ങുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്നുള്ള വാദം എൻ്റെ മനസ്സിലുണ്ടാകും. മാത്രമല്ല 1970-കളിലെ ശിശുസ്നാനത്തെ സംബന്ധിച്ച് വളരെ ശക്തമായ രീതിയിൽ ഒരു പുസ്തകമൊക്കെ എഴുതി സഭയ്ക്കകത്ത് പ്രസിദ്ധീകരിച്ചതാണ്. അങ്ങനെ ഒരു വ്യക്തി പോയി രണ്ടാമതൊരു സ്നാനം, ഒരു മുതിർന്ന സ്നാനം എടുക്കുമ്പോൾ സഭയോട് കാണിക്കുന്ന, എന്നോട് തന്നെ കാണിക്കുന്ന വഞ്ചനയല്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു. അതിനിടയ്ക്ക് ഈ പുതുപ്പള്ളി അച്ഛനൊക്കെ നല്ലവണ്ണം അറിയാം, സഭയുടെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്കൊക്കെ കടന്നു വരാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അനുസരിച്ചില്ല. അതിൻ്റെ പുറകെയൊക്കെ പോയി. ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം നിരാകരിച്ച് സ്വന്തമായ രീതിയിൽ ആത്മാഭിഷേകം കിട്ടിയതുകൊണ്ട് എല്ലാം ആയി എന്നുള്ള ചിന്തയിൽ അങ്ങ് മുൻപോട്ട് പോവുകയാണ്. 2006 ജൂൺ മാസത്തിൽ ഞാൻ സഭയുടെ ഉന്നതമായ ഒരു പദവിയിൽ ഇരിക്കുകയായിരുന്നു, വളരെ അധികാരമുള്ളൊരു സ്ഥാനത്ത്. ആ സമയത്ത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു. കാറ്ററാക്ട് ഉണ്ട്, അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണം ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. 2006 ജൂൺ മാസം 19-ാം തീയതി വലത്തെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്തു. എറണാകുളത്തെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ. അന്ന് വൈകിട്ട് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം കണ്ണിന് വേദന ആരംഭിച്ചു. രാവിലെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അവർ പറഞ്ഞു ഒരു ഓപ്പറേഷനൂടെ, ഒരു മൈനർ സർജറിയുടെ ആവശ്യമാണ്, അതോടെ ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും ഒരു മൈനർ സർജറി ചെയ്തു. ഒരു ദിവസം അവിടെ എന്നെ കിടത്തിയിട്ട് വീട്ടിൽ വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായ രീതിയിൽ കണ്ണിന് വേദനയുണ്ടായി. തിരിച്ച് ആ ഹോസ്പിറ്റലിൽ പോയി അവരവിടെ അഡ്മിറ്റ് ചെയ്തു. 10 ദിവസം എന്നെ അവിടെ ട്രീറ്റ് ചെയ്തു. കണ്ണിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഡോക്ടർമാരും വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. 10 ദിവസം കഴിഞ്ഞപ്പോൾ ജൂൺ മാസം 29-ാം തീയതി പറയുന്നു, ഇവിടെ ഇനി ഞങ്ങൾക്ക് ചികിത്സയൊന്നുമില്ല, എത്രയും വേഗത്തിൽ മദ്രാസിൽ ഉള്ള ശങ്കർ നേത്രാലയത്തിലേക്ക് പോകണം,
അവിടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ സഹിക്കാൻ പാടില്ലാത്ത വേദന, ഓരോ 4 മണിക്കൂർ കൂടുമ്പോഴും വേദന ശമിപ്പിക്കാനായിട്ട് ഇഞ്ചക്ഷൻ തന്നുകൊണ്ടിരിക്കുക. ജൂൺ മാസം എനിക്കത് 30-ാം തീയതി വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ എന്നെ മദ്രാസിന് കൊണ്ടുപോയി. പിറ്റേ ദിവസം കാലത്ത് ശങ്കർ നേത്രാലയത്തിൽ ചെന്നു. അവിടുത്തെ ചീഫ് ഡോക്ടർ ലിംഗം ഗോപാൽ എന്നെ കണ്ടേച്ചു പറഞ്ഞു, ഫാദർ, ഐ എം സോറി, ഇറ്റ്സ് ടു ലേറ്റ്, എങ്കിലും ഞങ്ങൾ നോക്കട്ടെ, വളരെ വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലാണ് നിങ്ങളുടെ കണ്ണ് എന്ന് പറഞ്ഞു. ആ ഉച്ചവരെയുള്ള പരിശോധനകളെല്ലാം കഴിഞ്ഞ് അന്ന് വലത്തെ കണ്ണിൻ്റെ കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ഞാൻ വേദന കൊണ്ട് പൊളയുകയാണ്, സഹിക്കാൻ പാടില്ലാത്ത വേദന. എൻ്റെ അനുജൻ എൻ്റെ കൂടെയുണ്ട്. കണ്ണിൻ്റെ കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് കേട്ടപ്പോൾ അതിൻ്റെ പൂർണ്ണമായ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടോ അല്ലാതെയോ അവൻ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ബോധം കെട്ട് മുറി വീണു. ഞാൻ ഒറ്റയ്ക്കുണ്ട്. എനിക്ക് ഒരു സിഗ്നേച്ചർ ഇടാൻ പോലുമുള്ള ശക്തിയില്ല. ഏതായാലും 5 മണിയായപ്പോൾ എന്നെ അവർ തിയേറ്ററിൽ കൊണ്ടുപോയി. അവരെന്നോട് പറഞ്ഞു, കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ബ്ലീഡിങ് ഉണ്ടായാൽ ഞങ്ങൾ കണ്ണ് റിമൂവ് ചെയ്യും. 2 കണ്ണുണ്ടായിട്ടും ശുശ്രൂഷ ശരിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കണ്ണ് നഷ്ടപ്പെട്ടാൽ മാത്രമല്ല, ഈ കണ്ണ് നീ തന്നതാണ്, ഇത് നഷ്ടപ്പെടരുത് എന്ന് നിൻ്റെ ആഗ്രഹമെങ്കിൽ ഈ കണ്ണ് എടുക്കാൻ അവരെ അനുവദിക്കരുത് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ മലയാളത്തിലാണ് പ്രാർത്ഥിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറോട് ഒന്നും കാര്യമായിട്ട് വിശദീകരിക്കാൻ ശ്രമിച്ചില്ല. പെട്ടെന്ന് അനസ്തീഷ്യ തന്നു, ഓപ്പറേറ്റ് ചെയ്തു. പിറ്റേ ദിവസം കാലത്ത് രാത്രിയിൽ വളരെ അതിഭയങ്കരമായ വേദന ഉണ്ടായി. എൻ്റെ 2 കാലുകൾ കട്ടിലയിൽ അവർ കെട്ടിയിട്ടു, എൻ്റെ കൈകളും കെട്ടിയിട്ടു. കാരണം ഞാൻ ഒരു വിധത്തിലും എൻ്റെ മുഖത്ത് തൊടാതിരിക്കാൻ. നേരം വെളുത്തപ്പോൾ വേദനയുള്ള ഒരല്പം ആശ്വാസമായി ആദ്യം ഞാൻ ചെയ്തത് ഈ പാഡ് ഒന്ന് മാറ്റിയിട്ട് എൻ്റെ കണ്ണെടുത്തിട്ടുണ്ടോ എന്ന് അറിയാനാണ് നോക്കിയത്. നോക്കിയപ്പോൾ കണ്ണോട് ഉണ്ട്, കണ്ണ് എടുത്തിട്ടില്ല. തുടർന്ന് വളരെ ഭയാനകരമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ 21 ദിവസം മദ്രാസിൽ ചിലവഴിച്ചു. ഈ 21 ദിവസത്തിനിടയിൽ 20 ഇഞ്ചക്ഷൻസ് ഈ കണ്ണിനകത്ത് അവർ തന്നു. ഓരോ പ്രാവശ്യവും ഇഞ്ചക്ഷൻ തരുമ്പോൾ എൻ്റെ കൈകൾ രണ്ടും, നിങ്ങൾ ഒപ്താൽമോളജിസ്റ്റിൻ്റെ റൂമിൽ കയറിയാറില്ല, അവരുടെ ആ കസേരയിൽ കയ്യിൽ 2 ബെൽറ്റിട്ട് മുറുക്കി കാലയിൽ 2 പേര് പിടിച്ചുകൊണ്ടാണ് ഈ കണ്ണിൽ ഇഞ്ചക്ഷൻ തരുന്നത്. ഒരു കണ്ണിൽ നിന്ന് മരവിപ്പിക്കാൻ ഒക്കത്തില്ലല്ലോ. അങ്ങനെ 20 ഇഞ്ചക്ഷൻസ് ഈ കണ്ണിൽ തന്നു. കാരണം അത്ര അതിഭയങ്കരമായിട്ടുള്ളൊരു ഇൻഫെക്ഷനാണ് കണ്ണിലുണ്ടായത്. എങ്ങനെ ഉണ്ടായെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഈ ഇൻഫെക്ഷൻ ഒപ്റ്റിക് നെർവിലൂടെ എൻ്റെ തലച്ചോറിൽ പ്രവേശിച്ച് മരണം സംഭവിക്കാതിരിക്കാനാണ് അവർ ശ്രമിച്ചത്. അല്ലാതെ എൻ്റെ എനിക്ക് കാഴ്ച ഉണ്ടാകണമെന്ന് അവർക്ക് ആഗ്രഹമില്ലായിരുന്നു, ഉണ്ടാകത്തില്ലെന്ന് അവർക്ക് അറിയുകയും ചെയ്യുമായിരുന്നു. 10-18 ദിവസം കഴിയുമ്പോഴാണ് എന്നോട് പറയുന്നത്, ഫാദറെ, യു വിൽ നോട്ട് ഹാവ് an eyesight and you are going to be you are going to be permanently with one eye. ഞാൻ അവിടെ നിന്നുണ്ടെങ്കിൽ വലിയ വായിൽ ഞാൻ കരഞ്ഞു. ആ ഡോക്ടർ എൻ്റെ തോളത്തൊക്കെ തട്ടി എന്നെ ആശ്വസിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. ഞാൻ ചുരുക്കട്ടെ, ഞാൻ തിരിച്ച് റൂമിൽ വന്നു. അപ്പോൾ എൻ്റെ സണ്ണിലോ എൻ്റെ കൂടെയുണ്ട്. മരുന്ന് വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ ഇറങ്ങി ടെറസിൻ്റെ മുകളിൽ പോയി. മുമ്പേ ഒരു അച്ഛൻ സൂയിസൈഡ് ചെയ്ത കാര്യം പറഞ്ഞില്ലേ. ജീവിതം കാരണം 10-42 വർഷക്കാലം സഭയെ ശുശ്രൂഷിച്ചു. കർത്താവിനെ ശുശ്രൂഷിച്ചില്ല കേട്ടോ, സഭയെ ശുശ്രൂഷിച്ചു. അവസാനം ഇതാണല്ലോ ലഭിച്ചതെന്നുള്ളതായ ചിന്ത എന്നെ വളരെ ഭാരപ്പെടുത്തി. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാം എന്നൊക്കെ തീരുമാനിച്ച ആ രാത്രിയിൽ. പക്ഷെ അന്ന് രാത്രിയിൽ മദ്രാസ് സിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പാസ്റ്റർ രാജൻ എങ്ങനെയോ എൻ്റെ വിവരം അറിഞ്ഞ് എന്നെ കാണാനായിട്ട് വന്നു. ദീർഘസമയം എന്നോടുകൂടി ഇരുന്ന് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി എന്നോട് ഇടപെട്ട് ഒരു വാക്യം എനിക്ക് തന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ
27 വാക്യമാണ് എൻ്റെ ഓർമ്മ. കർത്താവ് കൽപ്പിച്ചിട്ടല്ലാതെ ആര് കൽപ്പിച്ചിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. സോ ദർ ഇസ് എ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്. ഏതായാലും ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. കഥ ചുരുക്കട്ടെ, വീട്ടിൽ ഈ ദിവസങ്ങളൊക്കെ 1.5 മാസം തുടർച്ച പ്രാർത്ഥനയായിരുന്നു. എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയും എൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നതിനും. ഒരു ജീവൻ മരണ പോരാട്ടമാണെന്നുള്ളത് പ്രാർത്ഥിച്ച ആളുകൾക്ക് വെളിപ്പെട്ടു. അതുകൊണ്ട് ഇടവിടാതെ രാവും പകലും വീട്ടിൽ പ്രാർത്ഥനയായിരുന്നു, സഭക്കാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കർത്തൃദാസൻ അവിടെ വന്നു. എന്നെ കണ്ടിട്ടില്ല, എന്നെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. എൻ്റെ സഹോദരന് ചർച്ച് ഓഫ് ഗോഡിലൊരു പാസ്റ്റർ, എൻ്റെ ബ്രദറിൻ്റെ കൂടാണ് അദ്ദേഹം അവിടെ വന്നത്. യാദൃശ്യമായി അവിടെ വന്നതാണ്. വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞേച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചടാ, ഇതെന്നാ ഒരച്ഛനോടൊരു ഈ ഉപദേശിക്ക് എന്തോ എത്ര പ്രസംഗിക്കാനുള്ളതെന്നൊക്കെ മനസ്സിലങ്ങ് ചിന്തിച്ചു. പക്ഷേ അത് ദൈവത്തിൻ്റെ വലിയൊരു അരുളപ്പാടായിരുന്നു. ശൗലിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സഭയോടുള്ള തീഷ്ണതയിൽ സഭയ്ക്ക് വേണ്ടി ഓടി നടന്നതായുള്ള ശൗലിനെ ദൈവം ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് വെച്ച് കണ്ടുമുട്ടി അവൻ്റെ കണ്ണ് കുരുടാക്കി. കണ്ണ് കുരുടായില്ലായിരുന്നെങ്കിൽ തീർച്ചയായും അവൻ മുൻപോട്ട് പോകുമായിരുന്നു. അവിടെ അവനെ അറസ്റ്റ് നിർത്തി. അവിടെ മുതൽ ശൗലിൻ്റെ ജീവിതത്തിലൊരു വലിയ വഴിത്തിരിവായിരുന്നു. അന്ന് മുതൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി പുറപ്പെടുവാൻ ശൗലിനെ ദൈവം ഇടയാക്കി. എന്നിട്ട് ആദ്യ കർത്തദാസൻ പറഞ്ഞു, അച്ഛൻ്റെ കണ്ണ് പോയത് യാദൃച്ഛികമല്ല. ഇത്രയും നാളും സഭയ്ക്ക് വേണ്ടിയൊക്കെ ഓടിയില്ലേ, ഇനിയും കുറേ നാൾ കർത്താവിന് വേണ്ടി ഓടാം. അതുകൊണ്ട് സ്നാനപ്പെട്ട് പുറത്തൊക്കെ ഇറങ്ങാൻ പറഞ്ഞു. പിന്നെയും എൻ്റെ മനസ്സിൽ പഴയ ചോദ്യമാണ്, 42 വർഷം 10-14 ഇടവകയിലിരുന്ന് അനേക കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തി ഞാൻ സ്നാനപ്പെടുകയോ? പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വലിയ ശക്തമായി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ദൈവത്തിൻ്റെ ആജ്ഞയ്ക്ക്, ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് ഞാൻ കീഴ്പ്പെട്ടു. അങ്ങനെ വിശ്വാസ സ്നാനം എടുക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, ഇവിടെ അച്ഛന്മാർക്ക് മനസ്സിലാകും, ഒരച്ഛൻ വിശ്വാസ സ്നാനം എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് 42 വർഷക്കാലം പുരോഹിത വൃത്തി ചെയ്ത ഒരു വ്യക്തി അത്രയും നാളും പറഞ്ഞതും ചെയ്തതുമൊക്കെ തെറ്റാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുമ്പോഴുണ്ടാകുന്ന മാനസിക ടെൻഷൻ. എന്നാൽ സ്വർഗത്തിലെ ദൈവം വലിയവനായ കർത്താവ് ശക്തീകരിച്ചു. കർത്താവ് ബലപ്പെടുത്തി എന്നെ സ്നാനപ്പെടുത്തത്. ഞാനൊരിക്കൽ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച ഒരാളാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, അച്ഛാ ഞാൻ തന്നെ സ്നാനപ്പെടുത്തണോ അച്ഛനെ? അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോഴനുസരിക്കുക, ബാക്കി കാര്യം പിന്നാട്ടെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു സ്നാന ശുശ്രൂഷ നടന്നിട്ടില്ല എന്ന്. അതുപോലെ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നതായൊരു സമയമായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 84 പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച സമയത്തോ അതിനുശേഷമോ ഉണ്ടായിട്ടില്ലാത്തതായിട്ടുള്ള സന്തോഷവും ആത്മീയ ശക്തിയുമാണ് സ്നാനമേറ്റ സമയം മുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളത്. ഹല്ലേലൂയ. അല്ലാതെ സത്യം അറിയാതിരുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള, ഞാൻ പറഞ്ഞ ഇവിടെ മനക്കലച്ചൻ പറഞ്ഞതുപോലെ സംഗതികളെ ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്ലാൻ ഇതായിരുന്നു. ഞാൻ ഈ പുരോഹിത വൃത്തിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി മറ്റുള്ളവർക്ക് CSI സഭയിലുള്ള ഞാൻ ശുശ്രൂഷിച്ച ആളുകൾക്ക് ഒരു മാതൃകയായിരിക്കാൻ